പാടനാളെ ന്യൂസ് ഇരിക്കാനുള്ള ആൾക്കാർ വരും, അവരെ പ്രതീക്ഷിച്ച് നിൽക്കുക. പാടനാളിന്റെ ഷൂട്ടോ? ഓ ഇന്നുണ്ട്. ഇന്നോ? ആ നമ്മൾ എന്തൊക്കെ പറയും? നമുക്ക് എന്തെല്ലാം പറയാം. നമ്മളെ മില്ലറ്റ് കൃഷി ചെയ്തത് പറയാം, വിഭവങ്ങൾ ഉണ്ടാക്കി പറയാം, എന്തെല്ലാം പറയാം. ശരിയാ, നമ്മുടെ സ്കൂൾ അടിപൊളിയല്ലേ? ആ സൂപ്പർ അല്ലേ നമ്മളെ സ്കൂൾ. ഇതുവരെ കണ്ടില്ലല്ലോ. ദേ വരുന്നു. ഹായ്. ഹലോ ഹലോ, കുറെ നേരമായി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. ഒരുപാട് പിള്ളേരുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് സെറ്റ് ആയാലോ? അപ്പോൾ നിങ്ങൾ ഇരിക്കും. താങ്ക് യു കേട്ടോ, ഇത്ര നേരം എന്നെ വെയിറ്റ് ചെയ്തതിന്. ഇരിക്കും നോക്കട്ടെ. ഗംഭീരം, അടിപൊളി. നമ്മൾ തുടങ്ങല്ലേ? പാഠനാളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് SKV ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിയോട്. എല്ലാവരും പരിചയപ്പെടാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പാഠനാളിലേക്ക് സ്വാഗതം. അപ്പൊ SKV സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാഠപുസ്തകത്തിനപ്പുറം ഇവർ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഏറ്റവും പ്രധാനം കൃഷിയാണ് അല്ലേ? കൃഷിയാണ്. അപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒരുപാട് കുട്ടി കർഷകരൊക്കെ ഉള്ള സ്കൂളാണ് SKV. ആരാ കൃഷിയെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും മറ്റ് പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മില്ലറ്റ് കൃഷി ഞങ്ങളുടെ സ്കൂളിൽ ഇതിനു മുമ്പും അതിന് വളരെയധികം അറിയപ്പെട്ടിട്ടുള്ള ഒരു ചെറുധാന്യങ്ങൾ അല്ലേ? എന്തൊക്കെയാ ചെയ്യാറ്? ഞങ്ങൾ റാഗി പോലുള്ള മില്ലറ്റുകൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കൃഷി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഫുഡ് ഫെസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലതരം വിഭവങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുപോയി അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി, അതായത് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരിക. വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് അത് സെല് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാ കൊണ്ടുവന്ന വിഭവങ്ങൾ? എന്തൊക്കെയായിരുന്നു? ലഡു ഉണ്ടായിരുന്നു. ലഡു എന്തിന്റെ ലഡുവാ? റാഗി ലഡു. കൊള്ളായിരുന്നോ? പിന്നെ ജിലേബി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൽവ ഉണ്ടായിരുന്നു, അതുപോലെ ഇലയപ്പം. എല്ലാം മധുര പലഹാരങ്ങളാണ്. പിന്നെ മുറുക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഷുഗർ ഉള്ളവർക്കും അത് കഴിക്കാം, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അത് കഴിക്കാം. അങ്ങനെ പിന്നെ കട്ട്ലറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഈ ധാന്യങ്ങളുടെയൊക്കെ പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെയാണോ ചെയ്യുന്നത്? അതോ എല്ലാവരും ടീച്ചർമാർ ചെയ്യാൻ പറയുന്നു അങ്ങ് ചെയ്യുന്നു അത്രേ ഉള്ളോ? അല്ല, ഇല്ല, ഞങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി അതിനെ പരിപാലിക്കുന്നതിലും ഞങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ആണല്ലേ? കൃഷി വീട്ടിൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? കൈ പൊക്കിക്ക്. സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ. കൃഷി വീട്ടിൽ ചെയ്യുന്നവര് ഇപ്പൊ വേനലായോണ്ടാട്ടോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അല്ല ഓക്കെ ചെയ്യുന്നവര് നേരത്തെ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഒന്ന് കാണണേ, പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടി കർഷകര് എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. വാഴ കൃഷി ചെയ്യും, പിന്നെ മരിച്ചിനി, പയറുവർഗ്ഗങ്ങള്, മുളക്, അതൊക്കെയാണ് മെയിൻ. ശരി, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ടോ? വാഴ, മരിച്ചിനി, പിന്നെന്താ? പയറുവർഗ്ഗങ്ങള്, മുളക്. അപ്പൊ വാഴ കൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിനായിട്ട് മണ്ണ്, വളം, പിന്നെ വെള്ളം, അതൊക്കെ നോക്കണം. വാഴയ്ക്ക് എങ്ങനെയാ? തണുപ്പ് വേണോ, വെയിൽ വേണോ? എന്താണ്? വെയിലും വെള്ളവും വേണം. ആരോമല പറയൂ, കൃഷിയെ കുറിച്ച് പറയും. എന്തൊക്കെയാ കൃഷി ചെയ്യുന്ന വീട്ടില്? കൃഷി വഴുതനങ്ങ, മുളക് വർഗ്ഗം, പയറ്. മുളക് തന്നെ പല പല വെറൈറ്റി ഉണ്ടോ? എന്തൊക്കെയാ? ഒടങ്കൊല്ലി, പിന്നെ നീലമുളക്, കാന്താരി, പച്ചമുളക്. ഒത്തിരി സ്ഥലം ഉണ്ടോ വീട്ടില്? ടെറസിന്റെ മുകളില്. അടിപൊളി, വീട്ടിന്റെ കുറച്ച് ഫ്രണ്ട് ഭാഗങ്ങൾ. ഇപ്പൊ മഴയായോണ്ട് ചെയ്യുന്നില്ല. കയ്യടി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ വെയിലായോണ്ട് പിന്നെ മഴ സമയമാകുമ്പോ ഇനി വീണ്ടും തുടങ്ങും. മുളക്, പിന്നെ എന്തൊക്കെയായിരുന്നു? പയറുവർഗ്ഗങ്ങള്, പിന്നെ വഴുതനങ്ങ. ആദ്യം ചെയ്തിട്ട് ആദ്യം വന്ന കായ എന്തായിരുന്നു? മുളക്. ഭയങ്കര സന്തോഷമായിരുന്നോ? ഒരുപാട് കിട്ടിയോ അതോ കുറച്ചോ? കുറച്ച് കിട്ടി. പിന്നെ രണ്ടു ചെടികള് ജീവികളെ ഒന്ന് നശിപ്പിച്ചു. എന്ത് ജീവികളാണ്? ഒരു വെള്ള ജീവി. ഓക്കെ, ശരി. കീടം അല്ലേ? കീടം നശിപ്പിച്ചു. അത് മുളക് ചെടി കുരുടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് നല്ലപോലെ നോക്കി. അപ്പൊ ഈ സ്കൂളില് ഈ കൃഷി വന്നപ്പോഴേ അതിനകത്ത് മുൻപന്തിയിലൊക്കെ നിന്നായിരുന്നോ? കൃഷി നമുക്ക് മൊത്തത്തിൽ ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇഷ്ടമാണ്. ചോളം കൃഷിയിലുണ്ടായിരുന്നു. ചോളം കൃഷി എങ്ങനെയായിരുന്നു? നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് ചോളം എങ്ങനെയാണ് നടുന്നത്? ചോളത്തിന്റെ എന്താണ് നടുന്നതെന്നൊക്കെ പലർക്കും അറിയില്ലായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. തൈ കൊണ്ടുവന്നിട്ടുണ്ട്. ചോളം തൈ. അതിന് നമ്മള് കുഴിയെത്തി വളമൊക്കെ ഇട്ട് കുറച്ച് നാൾ മണ്ണിനെ സെറ്റ് ആക്കി എടുത്തിട്ട് അതിൽ നട്ട് വളർത്തിയെടുത്തു. അപ്പൊ ഇതിന്റെ ഈ ക്ലാസ് ടൈമിൽ നിങ്ങൾ എങ്ങനെയാ അതിനെ നോക്കുന്നതൊക്കെ? വെള്ളം ഒഴിക്കല്
ഇന്റർവെൽ സമയത്ത് പോയി നോക്കും. സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ അതോ കുറച്ചുപേര് ക്ലബിന്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് എക്കോ? ഓക്കെ. അതിൽ നമ്മള് കുറച്ചുപേരെ എല്ലാവരും കൂടെ ചെയ്യും. പിന്നെ വെളിയിൽ നിന്നുള്ള താല്പര്യമുള്ള കുട്ടികളും വരും. ആ വെളി കൊടുക്കാനുണ്ടോ അതോ അമ്മയ്ക്ക് എടുക്കാനേ ഉള്ളോ? വീട്ടിൽ ആവശ്യങ്ങൾക്ക് കൊടുക്കും, കുറച്ചൊക്കെ വെളിയിലും കടകളിലും കൊടുക്കും. ആ അടിപൊളി. ആലാപപ്പം കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടി 2 പ്രാവശ്യം. 2 തവണ. അപ്പൊ ആലാപ് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത്, എന്തൊക്കെ കൃഷിയായിരുന്നു ഒന്ന് പറഞ്ഞേ. മെയിനായിട്ട് ചീര കൃഷിയായിരുന്നു, ചീര. പിന്നെ വഴുതടങ്ങിയ എല്ലാം ഉണ്ടായിരുന്നു. ഇത് ചീര, ചുമന്ന ചീര. ചുമന്ന ചീര. അത് വയലിലല്ലേ കൃഷി ചെയ്യുന്നത്? വയലിൽ. അപ്പൊ എങ്ങനെയാ വയൽ നിങ്ങളുടെ തന്നെ വയലാണോ? അപ്പൊ അവിടെ നേരത്തെ അച്ഛനും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാ? നേരത്തെ വാഴ കൃഷിയായിരുന്നു, വാഴ കൃഷിയായിരുന്നു. പിന്നെ അത് മാറ്റി ചീര കൃഷിയായിരുന്നു. ആ പിന്നെ നമ്മള് ചീരക്ക് പൂപ്പല് പിടിക്കുമ്പോഴത്തേക്ക് നേരെ കട്ട് ചെയ്ത് അങ്ങ് വിടും. ആ ആ എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചീരക്ക് പൂപ്പല് പിടിക്കും. ആ അപ്പൊ നമ്മള് ചീര നട്ടിട്ട് അത് ആകുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് കടയിലൊക്കെ കൊടുക്കാറുണ്ട്. ആണോ? നമ്മള് ജൈവ വല്ലമാണ് ഇടാറുണ്ട്. ജൈവവളം. ആ എങ്ങനെയാണ് ചീര കൃഷിയിലേക്ക് വന്നത്? ഇഷ്ടപ്പെട്ട എങ്ങനെയാ കൃഷി ഇഷ്ടപ്പെട്ട എന്താ എങ്ങനെയാ? കൃഷി എനിക്ക് പണ്ട് ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ സഹായിക്കും എന്നെ കൃഷി. അപ്പൊ സ്കൂളിൽ വരുമ്പോ വെള്ളം നനയൊക്കെ എങ്ങനെയാ? സ്കൂളിൽ വരുമ്പോ അവിടെ നനയ്ക്കുന്നൊക്കെ ആരാ? സ്കൂളിൽ വരുമ്പോ മാമനാണ് നനയ്ക്കുന്നത്, അല്ലാത്തപ്പോ ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ നനയ്ക്കും. മാമൻ കട്ട സപ്പോർട്ടാണല്ലേ? കട്ട സപ്പോർട്ട്. ആ മാമൻ അടിപൊളിയാണ്, അതുകൊണ്ടാണ് മാമന്റെ പേര് എടുത്തു പറഞ്ഞ കൊച്ചു. ഓക്കെ. അനക്കയുടെ വീട്ടില് അച്ഛനും അമ്മയും കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ല അല്ലേ? അല്ല താല്പര്യത്തില്ല, പിന്നെന്താ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ. സഹായിക്കാനൊക്കെ ആയിട്ട് വെള്ളം ഒഴിക്കാൻ. എന്തൊക്കെയാ മോളെ കൃഷി ഉള്ളത്? അച്ഛൻ വാഴ കൃഷി ചെയ്യും, പിന്നെ മുളക് വർഗം, ഉണ്ടമുളക് കൃഷി, ചീര, അങ്ങനെയുള്ള അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് സഹായിക്കോ അച്ഛനെ? വെള്ളം വീത്താനും. വീട്ടിലേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ അതോ വിൽപ്പനയുണ്ടോ? ഇല്ല, വീട്ടിലേക്ക് മാത്രമേ? അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. മോളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാ? എനിക്ക് ഇൻട്രസ്റ്റ് ചെടി നടാൻ, ചെടി നടാൻ ഇഷ്ടം, ഗാർഡനിങ് ഇഷ്ടം, പൂച്ചെടികൾ അല്ലേ? അതുണ്ടോ വീട്ടിലുണ്ടോ? ഉണ്ട്. കൃഷ്ണ ബാല, നല്ല പേര്. അച്ഛനും അമ്മയും കൃഷ്ണ ഭക്തരാണോ? ഇല്ല, എന്റെ അച്ഛന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ഓ, അത് തിരിച്ചിട്ട് അത് കൊള്ളാം, അടിപൊളി. പറഞ്ഞു. എന്റെ വീട്ടില് അച്ഛൻ കൃഷി ചെയ്യൂല, പക്ഷേ എന്റെ അമ്മയും പിന്നെ അമ്മയുടെ അപ്പൂപ്പനുണ്ട്. അമ്മയുടെ അപ്പൂപ്പനാ? എത്ര വയസ്സുണ്ട്? ഒരു 80-90 വയസ്സൊക്കെ എന്തോ എനിക്കറിയാം. അമ്മയുടെ അപ്പൂപ്പനും അമ്മയും കൂടെ കൃഷി, അടിപൊളി. എന്തൊക്കെയാണ്? പുള്ളി നല്ല ആരോഗ്യമാണോ? നല്ല ഭയങ്കര ആരോഗ്യമാണ്. എപ്പോഴും വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ കിളച്ചോണ്ടൊക്കെ നിക്കണേന് ഇഷ്ടം, ചുമ്മാ ഇരിക്കൂല ഒരു സമയം. പിന്നെ എല്ലാ കൃഷിയും ചെയ്യും. മുത്തശ്ശൻ കർഷകനായിരുന്നു, ഇപ്പോ വീട്ടില് ചീര, വാഴ ഇതൊക്കെ നടും. ഈ കൃഷി ചെയ്യുമ്പോ മുത്തശ്ശൻ കുറെ, നമ്മളെപ്പോഴും പ്രായമായവരുടെ അടുത്ത് പോകുമ്പോൾ കുറെ ഉപദേശവും ഒക്കെ കാര്യം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ കൃഷിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ടോ? അത് സ്കൂളില് മോള് ചെറുതായിരിക്കുമ്പോഴേ ചിലപ്പോ പറഞ്ഞു തരാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൂപ്പൻ. മുത്തശ്ശൻ ഓരോ ചെടിക്ക് എന്ത് വളം ഇടും അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ എന്റെ അമ്മ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആണ്, അപ്പം അമ്മയ്ക്കും ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല കോംബോയാണ്. അടിപൊളി, സൂപ്പർ. അപ്പൊ മുത്തച്ഛനൊരു ഹാറ്റ്സ് ഓഫ്. ഈ പ്രായത്തിലും അടിപൊളിയായിട്ട് നടക്കുന്നു, കൃഷി ചെയ്യുന്നു എന്നുള്ളത്. ഇവർക്കൊരു ഗാന്ധി പ്രതിമയുണ്ട്. ആ ഗാന്ധി പ്രതിമയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ ഗാന്ധി പ്രതിമയുടെ പ്രത്യേകത ഒരാളെ കൊണ്ട് തന്നെ പറയിക്കാം. നമുക്ക് ആരാ ഗാന്ധിജിയെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഗാന്ധിജി, സ്വന്തം ഗാന്ധിജി? ഓരോ ക്ലാസ്സിലും വിവരം കൊടുത്തായിരുന്നു. അതായത് ഓരോ ക്ലാസ്സിലും പറ്റുന്ന പരമാവധി പുസ്തകങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ വായിക്കുന്ന ന്യൂസ് പേപ്പറുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ പേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്ലാസ്സിനും അതുപോലെ തന്നെ കുട്ടിക്കും സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല തോട്ട്, ഗംഭീര ആശയം. എന്നിട്ടോ അതുപോലെ തന്നെ അത് നല്ല വിലയിൽ തൂക്കി വിറ്റതിന് ശേഷം പ്രതീക്ഷിക്കുന്നതിനേക്കാളും പങ്കാളിത്തവും അതുപോലെ തന്നെ രൂപയും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ ആയിരുന്നാലും HM-ൻ്റെയും PTA-കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെ നല്ലൊരു ഗാന്ധി പ്രതിമ തന്നെ സ്കൂളിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അതിന്റെ ഉദ്ഘാടനമൊക്കെ ഗംഭീരമാക്കി നടത്തിയല്ലേ? പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വന്നിരുന്നു. വി ശിവൻകുട്ടി സാർ വന്നായിരുന്നു, ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഈ ഒരു ആശയം തന്ന ആരായിരുന്നു നിങ്ങൾക്ക്? നമുക്ക് PTA-യും HM ടീച്ചറും കൂടെ ചേർന്നായിരുന്നു നമുക്ക് ആശയം തന്നത്. എല്ലാവരെയും പൊതുവായി അറിയിച്ച ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണോ നിങ്ങളുടെ? അടിപൊളിയാണ്. വൻ സപ്പോർട്ടാണോ? സപ്പോർട്ടാണ് ആണല്ലേ, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ ക്ലബ്ബുകളൊക്കെ എങ്ങനെയാണ്? ആക്റ്റീവാണ്. ഇപ്പോൾ ജെൻഡർ ക്ലബ്ബ് ഉണ്ട്, സോഷ്യൽ ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ എക്കോ ക്ലബ്ബ് ഉണ്ട്. ഇതെല്ലാം ആക്റ്റീവാണ്. ജെൻഡർ ക്ലബ്ബിനായിരുന്നാൽ പോലും ഓരോ സ്നേഹിതയുടെ ഒക്കെ കൗൺസിലേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും ക്ലാസ് അവബോധം നൽകുക ചെയ്യുന്നുണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ. ചേട്ടാ പേരെന്താ? ആദിത്യൻ. പാടുവോ ആദിത്യൻ? ആദിത്യന്റെ പാട്ട് കേൾക്കാം. നീ ഹിമമഴയായി വരൂ, പ്രണയം
സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ അകമേ മാറിവില്ലിനേഴു വർണ്ണമായി നിറമേ പൂവിടുന്നു നിൻ മുഖം മകമേ മാനിടാതെ ചേർന്നിതന്നിൽ നീ എന്നോമലേ. പാട്ട് പഠിക്കണ്ടോ? പഠിക്കുന്നില്ല, ഇഷ്ടമാണ് പാട്ട്. വസീകര എന്നെഞ്ചിനിക്ക് ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും ഞാൻ നേസിപ്പതും ശ്വാസിപ്പതും ഉണ്ടയവാൾ താനേ ഏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். ഇവിടെ ആരാ നന്നായി പാചകം ചെയ്യുന്നത്? ഷാർജ ഉണ്ടാക്കും. ഷാർജ. ആ ശരി, ഇന്നലെ കൂടെ ഉണ്ടാക്കി വീട്ടിൽ. ആ പറയൂ. പഴയിടും, പാല് വേണം, ബൂസ്റ്റ് വേണം, പഞ്ചസാര വേണം. എളുപ്പം മിക്സിയിലിട്ട് അടിക്കുക, ഷാർജ റെഡി. കപ്പലണ്ടി വേണം. കപ്പലണ്ടി വേണം. ശരി, വേറെന്താണ് ഉണ്ടാക്കുക? സമൂസ ഉണ്ടാക്കും. സമൂസ ഉണ്ടാക്കണോ? വേണ്ട, താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. വേറെ ഇവിടെ മീൻകറി ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? മീൻകറി ഇടയ്ക്കൊക്കെ അമ്മയെ സഹായിക്കാറുണ്ട്. ആ, ഇനി എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുന്നതെന്ന്? മീനിന് ആദ്യം അരയ്ക്കാനുള്ള ഇത് തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, പുളി, ഉപ്പ്, സവാള ഇതെല്ലാം ഇട്ട് അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് മീനിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ അരപ്പ് മീനിലോട്ടിടും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിനെ തിളപ്പിച്ച് അത് വറ്റി വരുമ്പം എടുക്കും. അത് വറ്റി വരുമ്പോ നല്ല മീൻകറി കേട്ടായിരുന്നോ? അറിയാവോ? ഹോബി എന്താ? ഫുട്ബോൾ കളിക്കും. അടിപൊളി. ആ, എന്നിട്ടോ ഏറ്റവും ഇഷ്ടം ആരെയാ? ആ, മെസ്സി വരുന്നുണ്ട്, അറിഞ്ഞോ? എവിടെയാ പോന്നുണ്ടോ? പോണോന്നുണ്ട്. ആ ശരി, ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് സംസാരിക്കും, ഞങ്ങൾ കേക്കട്ടെ. ഫുട്ബോള് ടീച്ചർമാരുടെ പീറ്റി ചോദിക്കും, തരുമെങ്കിൽ നമ്മൾ പോയി കളിക്കും. പിന്നെ ഉച്ചയ്ക്കുള്ള ഇന്റർവെല്ലില് പോകും. രാവിലെ വന്ന് കുറച്ചു നേരം കളിക്കാൻ പറ്റുമെങ്കിൽ പോകും. എന്താണ് ഫുട്ബോളിലെ ഏത് ഏരിയയാണ് ഇഷ്ടം? ഫുട്ബോളില് റൈറ്റ് നിൽക്കുന്നതാണ് ഇഷ്ടം. അതെന്താണ് അതിന്റെ പ്രത്യേകത? എന്താ ഇഷ്ടം? കറക്റ്റ് ക്രോസ് കൊടുക്കാൻ പറ്റും. പിന്നെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടോ? ക്രോസ് കൊടുക്കാൻ പറ്റും. ആ, അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഹോബി. കരാട്ടെ. പൊളി. ആ, പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അത് കൊള്ളാലോ. ആഹാ, പറയൂ, പേരെന്താ മോന്റെ? മിഥു എസ് മധു. മിഥു എസ് മധു. ഞാൻ എൻ്റെ സ്റ്റൈലിൻ്റെ പേര് ഹൊറോഷിഹാർ ഷിറ്റോരിയോ എന്നാണ്. ഞങ്ങൾക്ക് ഇളവട്ടത്തും ചെറ്റച്ചലും ഉണ്ട്. എൻ്റെ സെൻസായുടെ പേര് മതീഷ് സെൻസായി എന്നാണ്. സാറാണ് ഞങ്ങളെ ഫസ്റ്റ് ഫീൽഡിലൊക്കെ ഇറക്കിയത് ഫൈറ്റിങ്ങിലോട്ട്. പിന്നെ കോവിഡ് ആയതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഫൈറ്റിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങി. പിന്നെ ടെക്നിക്കൊന്നും ഈ അത്ര ഞാൻ ചിലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്യും. എനിക്കാണെങ്കിൽ പഠിക്കണം, പഠി എന്നൊരു ട്യൂട്ടോറിയൽ. ഇപ്പം 10th. ഇടയ്ക്കിടയ്ക്ക് 6 മാസമായിട്ട് ഞാൻ നിർത്തി. അതിനു മുമ്പ് ഞാൻ 2 മത്സരം പ്ലേ ചെയ്തു. അതിൽ 1 മത്സരം വിൻ ചെയ്തു. 2 പേരെ ഞാൻ വീഴ്ത്തി. ഇങ്ങനെ സബ് ജില്ലയിൽ ജയിച്ചു. സൂപ്പർ. ജില്ലയിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തെങ്കിലും എനിക്കത് കിട്ടിയില്ല. പിന്നെ അസോസിയേഷൻ മീറ്റിന് പങ്കെടുത്തു, പക്ഷെ അതും കിട്ടിയില്ല. ജില്ലയിൽ അത് കിട്ടിയില്ല. പിന്നെ എനിക്കൊരു അനിയുണ്ട്, പേര് വിധു എന്നാണ്. അവ സ്റ്റേറ്റ് ലെവലിൽ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. രണ്ടും കരാട്ടക്കാരാണ്. പിന്നെ അല്ലാതെ എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടം. രണ്ടും അങ്ങേയറ്റം ഇങ്ങേയറ്റം ആണല്ലോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. പിന്നെ ഹോബി ആയിട്ട് RC എയർക്രാഫ്റ്റ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ അമ്മേ, ആ പറയൂ. അത് ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ ഗ്ലൈഡേഴ്സ് ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഡ്രോൺ നിർമ്മിക്കാറുണ്ട്. യങ് ഇന്നോവേറ്റീവ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഡ്രോൺ ബേസ് ചെയ്ത് ഒരു റെസ്ക്യൂ ഡിവൈസ്, ലാൻഡ് സ്ലൈഡിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടി റെസ്ക്യൂ ഡിവൈസ് ഡിസൈൻ ചെയ്തു. ഇത് YIPയിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. YIP 5.0യുടെ സ്റ്റേറ്റ് ലെവലിൽ ഞാൻ എനിക്കൊരു ഈ ഐഡിയ കൊണ്ട് എത്താൻ പറ്റി. സൂപ്പർ. നിങ്ങളുടെ അഭിമാനമാണ് കേട്ടോ, ഗംഭീരം. പിന്നെയോ
ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാലോട് BRCയിൽ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. 25,000 രൂപ ക്യാഷ് പ്രൈസും ഉണ്ട്. എൻ്റെ കൂടെ സേതുരാമൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്യണം. എൻ്റെ സ്കില്ലിനെ ഒരു കമ്പനിയുടെ ലെവലിൽ എത്തിക്കണം. പിന്നെ ഇന്ത്യൻ മിലിറ്ററിക്ക് ആയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു ഐഡിയ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് സപ്പോർട്ടേഴ്സിന്റെ സഹായത്തോടെ ഫണ്ടേഴ്സിന്റെ കിട്ടി അത് പ്രാക്ടിക്കലാക്കി എടുക്കണം. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, എന്താ ഹോബിന്ന്? ലക്ഷ്യത്തിലെത്തി, അവിടെ മിലിറ്ററിയിലെത്തി അല്ലേ? മിലിറ്ററിയാണ്. ലൈഫിൽ എന്താകണം എന്ന് പ്ലാൻ ഉള്ള ആരൊക്കെയുണ്ട്? വൈഷ്ണവ് പറയൂ, എന്താണ് ഇഷ്ടം? എന്താകാനാണ്? എന്താവണമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ജോലിയും ചെയ്യണമെന്നിട്ട് നല്ല പവറുള്ള ജോലി എന്ത് വേണേലും ചെയ്യും. ഏറ്റവും കൂടുതൽ അതിന് സോഷ്യൽ സർവീസ്. അടിപൊളി, സോഷ്യൽ സർവീസ്. എന്റെ ഇൻസ്പിറേഷൻ 2 പേരാണ്. ബോസ് സുഭാഷ് ചന്ദ്ര ബോസ്. സൂപ്പർ. പിന്നെയോ? മിസ്റ്റർ ക്ലീൻ. ഓക്കെ. പാഠപുസ്തകം അല്ലാതെ ഇഷ്ടമുള്ള ഹോബി അങ്ങനെയൊക്കെ എന്താണ്? ഹോബി എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാറുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ പോയോ? പ്രവർത്തിക്കാന്ന് പറയുമ്പോ ഇവിടെ തന്നെ സ്കൂളിൽ തന്നെ എക്കോ ക്ലബിലുണ്ട്. ജേർണലിസം ഇഷ്ടമായിരുന്നു ആദ്യം. അങ്ങനെയല്ല, ഇഷ്ടമാണ്, സംസാരം കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ IPS ഓഫീസർ ആവണം എന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കാറുണ്ട്. ഇപ്പോഴേ തുടങ്ങിയ പത്രമൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. ദേവിക? എനിക്ക് വലുതാവുമ്പോൾ യൂണിഫോം ഓഫീസർ ആവാനാണ് ആഗ്രഹം. യൂണിഫോം ഓഫീസർ. ഓക്കെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം? എൻ്റെ മാമൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സോൾജർ ആവാനായിരുന്നു. അപ്പം ഫിസിക്കൽ ടെസ്റ്റിൽ ജസ്റ്റ് ചെസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് കുറഞ്ഞു പോയിട്ട് മാമന് അത് കിട്ടാതെ പോയി. അപ്പം മാമൻ്റെ വിഷമം എന്നെ കൊണ്ട് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. ദേവികയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഗാന്ധിജി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പേപ്പർ കൊണ്ടുവന്ന് വിൻ ചെയ്ത ആളാണ് അല്ലേ? ക്യാഷ് പ്രൈസ് ആയിരുന്നോ? അല്ല, എന്തായിരുന്നു? മൊമെന്റോ ആയിരുന്നു. അപ്പൊ എത്ര കൊണ്ടുവന്ന പേപ്പർ? ഞാൻ ഏകദേശം ഒരു 78 കിലോ. 78 കിലോ പേപ്പർ കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെ കളക്ട് ചെയ്ത്? വീട്ടിൽ നിന്ന് തന്നെയാണ്? വീട്ടിൽ നിന്നായിരുന്നു. അപ്പൊ വീട്ടിൽ അതുവരെ കൊടുക്കുന്നില്ലായിരുന്നു പേപ്പറൊന്നും? ഇല്ല. 1937 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളുകളുടെ കൂട്ടത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ തന്നെയാണ് SKVHS. ഇവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കുട്ടികളിലും അന്തർലീനമായിരിക്കുന്ന എല്ലാ കഴിവുകളെയും വികസിപ്പിക്കുന്നതിന് സ്കൂളിന് കഴിയുന്ന രീതിയിലുള്ള പ്രോത്സാഹനം നൽകി വരുന്നു. പഠനത്തോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, അതിനോടൊപ്പം തന്നെ കൃഷി, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതിൽ നിന്ന് ഇപ്പോഴത്തെ പ്രാധാന്യമുള്ള മില്ലറ്റ് ആഹാര രീതികളും അതിൻ്റെ കൃഷി, അതിനോടൊപ്പം തന്നെ കുട്ടികളിൽ വളർന്നു വരേണ്ടതായ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാഴ്വസ്തുക്കളിൽ നിന്ന് സമ്പാദിച്ച് ഗാന്ധിജി പ്രതിമ നിർമ്മിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി. ആ ലഹരിയിൽ നിന്ന് കുട്ടികളെ നമ്മൾ വളരെ അവരറിയാതെ തന്നെ കലയിൽ താല്പര്യമുള്ള കുട്ടികളെ അതിലേക്ക് മാറ്റിയിട്ട് ആ ലഹരി കലയാണ് എന്നുള്ള ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിന് വളരെ ചിട്ടയായ പ്രാക്ടീസ് നൽകി വരുന്നു. അതിൽ നമുക്ക് സ്റ്റേറ്റ് വരെ നല്ല ഒരു ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പച്ച പിടിപ്പിക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ ഔഷധത്തോട്ടം, അതോടൊപ്പം തന്നെ മരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, പ്ലാസ്റ്റിക്കിനെ അകറ്റി നിർത്തുക, ശുചിത്വം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ലഞ്ച് ബ്രേക്ക് ആയി. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇവരെ ഞാൻ ഇവിടെ ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ വേഗം വിടണം. ഒരാൾക്ക് എൻ്റെ അടുത്ത് ഇതാരാണ്? എന്താണ്? അഭിഷേക്, ഇവിടെ ഇരിക്കൂ. വരൂ, പാഠനാലിലേക്ക് സ്വാഗതം. ഇരിക്കൂ. എന്താണ് അഭിഷേക്, എന്താണ് പറയാനുള്ളത്? ഞാൻ സ്വിമ്മിങ്ങിലാണ്. സ്വിമ്മിങ്. എനിക്ക് അതിനെ പറ്റി സംസാരിച്ചോ. സ്വിമ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു അഭിഷേക്. സ്വിമ്മിങ് എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട്? സ്വിമ്മിങ് 3rd പഠിക്കാൻ തുടങ്ങിയാണ്. 3rd ഇപ്പോൾ 10th ഓക്കെ. നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്. നാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയി. ഗംഭീരം, കൈയടിക്കടോ. നാഷണൽ ലെവൽ. പിന്നെ വേറെന്താ മോനെ, അവിടെ പോയപ്പോൾ എന്തൊക്കെയായിരുന്നു ചലഞ്ചസ്? എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ കോച്ചൊക്കെ ആരാ ട്രെയിൻ ചെയ്യിക്കുന്നത്? വിനോദ് സാർ. വെമ്പായത്ത്.
അപ്പൊ എവിടെയാ, ഏത് നീന്തൽക്കുളത്തിലെ പരിശീലനമൊക്കെ? പച്ചയിലായിരുന്നു. പച്ചയില. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത്. അപ്പൊ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. അപ്പൊ അടിപൊളി. അപ്പൊ ഗംഭീരമാട്ടെ. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് പോകാൻ കഴിയട്ടെ സ്വിമ്മിങ്ങില്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു മോനെ? എനിക്കറിയാം, എനിക്കറിയായിരുന്നു ഇത് ചോദ്യം ഇവിടുന്ന് വരുമെന്നുള്ളത്. ഞാൻ പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തറിയണം കൃഷിയെ കുറിച്ച് ചോദിച്ചാൽ? പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കും? പെട്ട് ഞാൻ പറയാം. എന്താ ഉണ്ടാക്കേണ്ടേ പറ. ബിരിയാണിയാണോ വേണ്ടേ? ബിരിയാണി എനിക്ക് അറിയത്തില്ല. വേറെ ചിക്കൻ കറി എനിക്കറിയാം. എൻ്റെ ചിക്കൻ കറിയിൽ നമുക്കിത് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ വായി വെള്ളം വരുന്നു. ചിക്കൻ കറി നമ്മൾ കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ എടുക്കുന്നു, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിൽ കുറച്ച് ഉപ്പും മുളകും മല്ലിപ്പൊടിയും കഴുകി നമ്മുടെ മസാലകളെല്ലാം പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട്, അല്ലെങ്കിൽ കറി വെക്കേണ്ട ഏതാണോ അത്, മൺചട്ടിയാണെങ്കിൽ അത് മൺചട്ടിയാണ്. ഇവിടെ നമ്മൾ പാഠനാലിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കും ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിൽ എടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കടുക് വറക്കാൻ ആവശ്യമായ സവോള, ഞാൻ പറയട്ടെ, നാടൻ എൻ്റെ ചിക്കൻ കറി എൻ്റെ റെസിപ്പിയാണ് ഇത്. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി, സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്ത് അതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് ഇങ്ങനെ വഴറ്റുന്നു. നല്ലപോലെ, കടുക് വേണ്ട, നല്ലപോലെ. അതിനുശേഷം ഇത് വഴറ്റിയതിന് ശേഷം കുറച്ചുകൂടി മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഇടും? മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് തക്കാളി, ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. വീണ്ടും അടച്ചു വെച്ച് നമ്മൾ നന്നായി ഇതിൻ്റെ പച്ചമണം മാറാനായി മാറ്റുന്നു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ നന്നായി ഇതിങ്ങനെ ഇളകി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം അടച്ചു വയ്ക്കുക, വീണ്ടും ഇളക്കുക, ചിക്കൻ കറി വരും. വെള്ളം കുറച്ച്. ഓക്കെ, എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വേറൊരു കാര്യം നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് കേട്ടത്, നിങ്ങൾ മരങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കേട്ടു. ജിതിൻ പറയൂ, എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ഇവിടെ എല്ലാ മരങ്ങളിലും അതിൽ QR കോഡ് വെച്ചിട്ട് അതിന്റെ പേരും അതിനെ കൊണ്ടുള്ള ഏത് ഉപയോഗം, അതിന്റെ വസ്തുവാണ് ഉപയോഗപ്പെടുന്നതെന്ന് അതിന്റെ താഴെ എഴുതി വെക്കും. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്കാൻ ചെയ്ത് അത് സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ്, അത് എന്തിന്റെ രോഗത്തിന് പ്രതിരോധമായിട്ട് ചെയ്യാമെന്നുള്ളത് അതിൽ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ബോർഡ്, ഓരോ മരത്തിലും ബോർഡ് കെട്ടി, ഓരോ മരത്തിലും ഉണ്ടല്ലേ? നമുക്ക് എന്ത് മരം? ഓക്കെ, നാട്ടിൽ അറിയപ്പെടുന്ന പേരും ശാസ്ത്രനാമവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പിന്നെ ലീവ്സ് ആണോ, ഇലയാണോ, അല്ലെ പൂവാണോ, അതിന്റെ ഔഷധമൊന്നും. ഓക്കെ, അതിന്റെ ഗുണങ്ങൾ ഏതാണ്, അതിന്റെ ഭാഗങ്ങൾ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഉണ്ട്. അപ്പൊ ഗംഭീരാണ്. നിങ്ങളെ എക്കോ ക്ലബ്ബാണ് നിങ്ങളുടെ. എക്കോ ക്ലബിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു മോനെ. അപ്പം നമുക്ക് എന്തായാലും ആ മരങ്ങളൊക്കെ ഒന്ന് കാണണം. എനിക്ക് നിങ്ങൾ പറഞ്ഞത് മാത്രമേ കണ്ടു, ഞാൻ QR കോഡ് കണ്ടില്ലല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ SKV സ്കൂളിലെ എനർജറ്റിക് ആയിട്ടുള്ള ഇവരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പാഠനാലിന്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം. പന്താളിനു താഴെ നല്ലോരാരങ്ങാതിലു കണ്ടേതി മൃദൈ വെണ്മ വിളക്കും കൊളുത്തി വച്ചേന്തകതി മൃദൈ വെണ്മ വിളക്കിന്നൊരു ദീപം കണ്ടേന്തകതി മൃദൈ ബാലരാം ഞങ്ങളിന്നു സഭയിൽ കളി തുടങ്ങുകയായി അറിവും ജ്ഞാനവും ഗുരു തന്നിൽ സമർപ്പിച്ചരങ്ങ് തകർത്തൊന്നാടണ് അതിശയ കളി വശമില്ല ഞങ്ങളടവും ചുവടും പയറ്റുന്നേ ഏറ്റം കളിയടാ. പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.